എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതിലൂടെ നമുക്കൊക്കെ പല ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്, സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നു, നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലാതെ അത് നമ്മെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ വല്ലാതെ ഒന്നും സ്വാധീനിക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണ്. അവിടെ സോഷ്യൽ മീഡിയക്ക് ഇടപെടാനുള്ള ഒരു അവസരമില്ല, ഒരു സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എത്ര കണ്ട് ശരിയാണ്? എനിക്ക് ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെയാണ് അത് ഏറ്റവും മർമ്മം കിടക്കുന്നത്. പൊതുവിൽ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് അവരുടെ ഒരു ഫാമിലിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഗാഡ്ജറ്റ് എന്നുള്ളതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ആ ചിന്തയിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ട ഒരു സമയം ശരിക്കും കുറേ കാലങ്ങൾക്ക് മുൻപ് തന്നെ മാറിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയത് ഈ കോവിഡാനന്തര കാലത്താണ്. കോവിഡിൽ ശരിക്ക് നമ്മളോട് ഒറ്റപ്പെട്ടപ്പോൾ നമ്മളെ പാർട്ട്ണറെ പോലെ കണ്ട സാധനം മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയൊക്കെ ആയി മാറി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പണ്ടത്തേക്കാളും ഒരു സ്പീഡിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഡോക്ടർ പറഞ്ഞ ആ ഒരു ഇതിൻ്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ്, അതിനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും ആ ഒരു മർമ്മത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു ചിന്ത നമ്മളിൽ ആദ്യം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഇനീഷ്യലി നമുക്ക് ആവശ്യം. ഇപ്പോൾ പേഴ്സുവേഷൻ നമ്മളതിന് പറയാറുള്ളത്. പേഴ്സുവേഷൻ, ഒരാൾ ആ കാര്യത്തെ അയാളിലേക്ക് അങ്ങോട്ട് ആവാഹിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഈ സയൻസ് ഓഫ് പേഴ്സുവേഷൻ നമ്മൾ പറയാറുള്ളത് എ സ്മോൾ ഗ്രാജുവൽ ഇംപെർസെപ്റ്റിബിൾ ചേഞ്ച് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഇത് വിസിബിളായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ആർക്കും അത് മനസ്സിലായിട്ടില്ല ഇതിങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മളിൽ വളരെ സ്മോൾ ഇംപെർസെപ്റ്റിബിൾ ഗ്രാജുവലായി നമ്മളത് പൊതിഞ്ഞിട്ടുണ്ട്, നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്.